എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഗ്രൈൻഡറിനെ പറ്റി ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രൈൻഡറിനെ പറ്റി എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനടുത്ത് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമ്മൾ ഗ്രൈൻഡറിൽ എപ്പോഴും ദോശമാവ്, ഇഡ്ഡലി മാവൊക്കെ എല്ലാം അരച്ച് വയ്ക്കുക, പിന്നെ വട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണല്ലോ അധികം അരയ്ക്കുക, ഉഴുന്നരയ്ക്കാനൊക്കെയാണല്ലോ എടുക്കുക. എൻ്റെ അടുത്തൊരു വ്യൂവർ കമൻറ്റിലിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അപ്പത്തിൻ്റെ മാവ് അരയ്ക്കുന്നത് ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് അത് ചെയ്യാമെന്ന്. അപ്പം ഇന്ന് നമ്മൾ ഗ്രൈൻഡറിൻ്റെ അകത്ത് എങ്ങനെയാണ് മാവ് അരയ്ക്കുന്നതെന്ന്, അതായത് അപ്പത്തിനുള്ള മാവ് അരയ്ക്കുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് കാണിക്കാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ്, എന്നാലും അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പത്തിനുള്ള അരി തലേ ദിവസം തന്നെ കുതിർക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് ദോശ റൈസാണ് എടുത്തത്. ദോശ റൈസ് അല്ലെങ്കിൽ പച്ചരി, സാധാരണ പച്ചരി എടുത്താലും മതി. അത് ഞാൻ 2 ഗ്ലാസ്സിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ സെയിം ഗ്ലാസ് തന്നെയാണ് നമ്മൾ വേറെയുള്ള മെഷർമെൻറ്റ്സിനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി എടുക്കുന്നത് അതേ ഗ്ലാസ് തന്നെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുതിരാനുള്ള വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുക. ഇതൊരു 4 മുതൽ 5 മണിക്കൂർ വരെ കുതിരട്ടെ കേട്ടോ. ഇനി നമുക്കിതിൽ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് അരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊരു ഇളം ചൂടുവെള്ളമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് തന്നെ നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാരയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് അത് മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ അരി അരയ്ക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ചെയ്താൽ മതി. ഇനിയിപ്പോൾ അരി ഞാൻ അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ഞാൻ തേങ്ങയും അവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൈൻഡറിലേക്ക് ഇടുമ്പം നമ്മൾ ഡ്രൈ ആയിട്ട് അരയ്ക്കരുത്. അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് വേണം അതിലേക്ക് ഗ്രൈൻഡറിലേക്ക് അരി ഇടുന്ന സമയത്ത് തന്നെ കുറച്ച് വെള്ളം അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി മെല്ലനെ അരച്ചു തുടങ്ങാം. അപ്പം അത് അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കിങ്ങനെ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഏകദേശം നമുക്കറിയാം, കുറച്ച് അത് ഒരുപാട് ഇങ്ങനെ ഊറ്റിയിട്ടെടുക്കണ്ട, കുറച്ചൊരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം അരി കംപ്ലീറ്റ് ആയിട്ട് ഗ്രൈൻഡറിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ അത് നന്നായിട്ടൊന്ന് അരഞ്ഞ് ഒരു ഇതാവും, കുറച്ച് എന്താ പറയുക, ഒന്ന് പൊടിഞ്ഞ് കിട്ടും. നമ്മൾ മറ്റേ സാധനങ്ങൾക്ക് ഇടുന്നതിൻ്റെ മുന്നേറ്റ് ഇതൊന്ന് നന്നായിട്ട് നുറുങ്ങി കിട്ടും. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ നല്ല പച്ച തേങ്ങ, ചിരകി വെച്ച പച്ച തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതും ഞാൻ പറഞ്ഞല്ലോ സെയിം ഗ്ലാസ്, നമ്മൾ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് എടുത്തത്. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെള്ള അവിലാണ്. നമ്മൾ നേരിയ കനം കുറഞ്ഞിട്ടുള്ള അവിലുണ്ടാവും, കട്ടി കൂടിയതല്ല, അധികം വെയിറ്റ് ഇല്ലാത്ത അവിലുണ്ടാവും. അപ്പോൾ അത് ഞാനൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം ഗ്ലാസ്സിൽ തന്നെ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ടിരിക്കണം. ചോറൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ, ചോറാണെങ്കിൽ ഒരു 1/2 കപ്പ് ചോറ് മതി. 1/2 കപ്പ് മുതൽ ഒരു 3/4 കപ്പ് വരെ അത്ര മതി. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ മിക്സും കൂടെ അതിനകത്തേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് 1/2 കപ്പ് വെള്ളം അങ്ങനെ തന്നെ വരും. പിന്നെ അല്ലാതെ നമ്മൾ ഒരു 1/2 കപ്പ് കൂടിയൊക്കെ ചേർത്തിട്ടുണ്ടാകും മൊത്തത്തിൽ. അപ്പോൾ ഇതുവരെ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അതപ്പോൾ ഇപ്പം ഇങ്ങനെ നിർത്തി നോക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയി തോന്നുകയാണ്, കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒറ്റയടിക്ക് വെള്ളം ചേർക്കാതെ കുറച്ച് ഒരു സ്പൂണിലോ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഒരു സ്പൂണായിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് അരച്ചു കൊടുക്കുക. അപ്പം ഇത് മൊത്തത്തിൽ ഞാനൊരു 15 മിനിറ്റാണ് അരച്ചിട്ടുള്ളത്. അപ്പോഴത്തേക്കന്നെ മാവ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് പോലെ ഇപ്പോൾ, എന്നാൽ കുറച്ചൊരു എന്താ പറയുക, തരിയായിട്ട് തന്നെ ഉണ്ടാവുക, തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് പോലെയൊക്കെ എടുക്കണ്ട. കണ്ടോ, ഇങ്ങനെ ഒരു ഇറ്റിറ്റ് വീഴുന്ന ഈ ഒരു പോറിങ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ ഒഴിക്കാനുള്ള ഒരു പാകത്തിനാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കട്ടി തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു സ്പൂൺ കൂടിയൊക്കെ വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ആക്കിയെടുത്തത്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്, രാത്രി മുഴുവൻ വയ്ക്കുന്നുണ്ട്.
ഇനി രാവിലെ ഞാനത് തുറന്ന് നോക്കട്ടെ എങ്ങനെയായിട്ടുണ്ടെന്ന്. മാവ് ദാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല. അതാ നല്ല ആര് വീണിട്ടൊക്കെ ഉണ്ട്, നല്ല വൃത്തിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇളക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക, ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കരുത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഞാൻ, അപ്പോൾ ആ ഉപ്പ് ആവശ്യം ഞാൻ അപ്പോൾ രാവിലെ ചേർക്കുക ചെയ്യുക സാധാരണ അരച്ചാൽ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കുന്ന സമയത്ത് നല്ല കുത്തി ഇളക്കാതെ നമ്മൾ സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കുന്ന പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു പതയുടെ ആ ഒരു ഇത് പോയി പോകും. ഈ ഒരു അപ്പച്ചട്ടി വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയുണ്ട് കേട്ടോ മാവ്, അതുകൊണ്ട് ഇങ്ങനെ ചുറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഇളം ചൂടുവെള്ളം ഒരു സ്പൂണ് കൂടെ വെള്ളം അതിലേക്ക് മാവിനകത്ത് ചേർത്ത് മിക്സ് ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ കണ്ട ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്, നല്ല ആര് വീഴുന്നൊക്കെ ഉണ്ട്, നല്ലൊരു അപ്പായിട്ട് വരും. നമുക്ക് നോക്കാം. ഇപ്പോൾ അപ്പം സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് പാനിൻ്റെ. അപ്പോൾ ഈ ഒരു പാകത്തിന് ചിലവർക്ക് കുറച്ചും കൂടെ ഇങ്ങനെ ബ്രൗൺ കളറൊക്കെ ആയിട്ടാണ് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒന്നും കൂടെ കുറച്ച് സമയം കൂടെ വെച്ചാൽ മതി. കണ്ട വക്കൊക്കെ ഇങ്ങനെ ചിലവർക്ക് വക്ക് നല്ല സ്റ്റിഫായിട്ട് ഇരിക്കും ഇഷ്ടം, പലർക്കും പല രീതിക്ക്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ സമയം പാനിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പൂണ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിന് ശേഷമാണത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അപ്പം എങ്ങനെയുണ്ട് നോക്കാം നമുക്കൊന്ന് പൊട്ടിച്ചിട്ട്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് അപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല ഹോൾസൊക്കെ വേണം, നല്ല ഭംഗിയുള്ള നല്ല രുചിയുള്ള അപ്പമാണ്. നമ്മൾ മിക്സിൻ്റെ അകത്ത് അരയ്ക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് എന്താ പറയുക ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ, എല്ലാവരുടെ അടുത്തും ഗ്രൈൻഡർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉള്ളവരൊന്ന് ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ഡിഫറൻസ് കാണാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൻ്റെ അകത്തിട്ട് കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അരി എടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണം. കാരണം മാവ് അരച്ച് കഴിയുമ്പോൾ കുറച്ച് ഗ്രൈൻഡറിൻ്റെ കല്ലിൻ്റെ മേലേക്ക് കുറച്ച് നഷ്ടപ്പെടും. അതുകൊണ്ട് കുറച്ചും കൂടെ അരി കൂടുതൽ എടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനന്ന് വെജിറ്റബിൾ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇപ്പം വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, നല്ല അപ്പം വരുന്നുണ്ട്, നല്ല ടേസ്റ്റുള്ള അപ്പമാണ് കേട്ടോ. മറ്റേ നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് ചുടുന്ന ഞാൻ സെയിം പോലെ ഇതേ പ്രൊസീജിയറിൽ തന്നെ ഞാൻ മിക്സിൻ്റെ അകത്തും ചെയ്യാറ്. പക്ഷെ അതിനേക്കാളും രുചി കൂടുതലുണ്ട് ഇങ്ങനെ ചെയ്യുമ്പം അപ്പത്തിന്. അപ്പോൾ ഗ്രൈൻഡറുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ, നല്ലതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.